നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സഹോദരി ഭർത്താവുമായി അവിഹിതം, പിന്നാലെ ഭർത്താവിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിച്ചോട്ടം. ഡൽഹിയിൽ നിന്നാണ് ഞെട്ടിക്കുന്ന ഈ വാർത്ത പുറത്തുവരുന്നത്. വൈദ്യുതാഘാതമേറ്റ് മരിച്ചെന്ന് കരുതിയ 36 വയസ്സുകാരന്റെ മരണം ഭാര്യയുടെ അവിഹിത ബന്ധത്തിന്റെ പേരിൽ നടന്ന കൊലപാതകമാണെന്ന് പിന്നാലെ തെളിഞ്ഞു. ബന്ധുവായ കാമുകനുമായി ചേർന്ന് ഭാര്യ ആസൂത്രണം ചെയ്ത ഈ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. ജൂലൈ 13-നാണ് കരൺ ദേവ് എന്നയാളെ ഭാര്യ സുസ്മിത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വൈദ്യുതാഘാതമേറ്റാണ് മരണം സംഭവിച്ചതെന്നാണ് സുസ്മിത ആശുപത്രിയിൽ അറിയിച്ചത്. അപകടമെന്ന് വിശ്വസിച്ച കുടുംബം പോസ്റ്റ്മോർട്ടത്തിന് വിസമ്മതിച്ചെങ്കിലും കരണിന്റെ പ്രായവും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ഡൽഹി പോലീസ് പോസ്റ്റ്മോർട്ടം നടത്താൻ നിർബന്ധിച്ചു. ഭാര്യയും അവരുടെ കസിൻ രാഹുലും ഇതിനെ എതിർത്തെങ്കിലും പോലീസ് ഉറച്ചുനിന്നു. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം അയച്ചതിന് പിന്നാലെ കരണിന്റെ ഇളയ സഹോദരൻ കുനാൽ പോലീസുമായി ബന്ധപ്പെട്ടു. കരണിനെ ഭാര്യയും അവരുടെ കസിനും ചേർന്ന് കൊലപ്പെടുത്തിയതാണെന്ന് കുനാൽ പോലീസിനോട് സംശയം പ്രകടിപ്പിച്ചു. സുസ്മിതയും രാഹുലും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെ തെളിവുകളും കുനാൽ പോലീസിന് കൈമാറി. ഈ ചാറ്റുകളിൽ കൊലപാതകത്തിനുള്ള പദ്ധതികൾ അവർ ചർച്ച ചെയ്തതിന്റെ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കരണിന്റെ ഭാര്യയ്ക്കും സഹോദരി ഭർത്താവായ രാഹുലിനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്നും ഇരുവരും ചേർന്ന് കരണിനെ ഇല്ലാതാക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഈ ചാറ്റുകളിൽ നിന്നും വ്യക്തമായി. കരൺ അബോധാവസ്ഥയിലാകുന്നതുവരെ അദ്ദേഹത്തിന്റെ അത്താഴത്തിൽ 15 ഉറക്ക ഗുളികകൾ കലർത്തി സുസ്മിതയും രാഹുലും കാത്തിരുന്നു. ഉറക്ക ഗുളികകൾ നൽകിയിട്ടും കരൺ മരിക്കാതിരുന്നപ്പോൾ സംഭവം ഒരു അപകട മരണമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇവർ കരണിന് വൈദ്യുതാഘാതം ഏൽപ്പിച്ചു. ഈ സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ചാറ്റുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ സുസ്മിതയും രാഹുലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് സുസ്മിത സമ്മതിച്ചു. സഹോദരി ഭർത്താവിനൊപ്പം ചേർന്നാണ് മരണം ആസൂത്രണം ചെയ്തതെന്നും അവർ വെളിപ്പെടുത്തി. കരൺ പലപ്പോഴും തന്നെ അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായും പലപ്പോഴും പണം ആവശ്യപ്പെട്ട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നതായും സുസ്മിത മൊഴി നൽകി. സംഭവത്തിൽ നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.